السلام عليكم ورحمة الله وبركاته. SSF Wisdom Hadith Class 156 عن ثوبان رضي الله عنه عن النبي صلى الله عليه وسلم قال إن المسلم إذا عاد أخاه المسلم لم يزل في خرفة الجنة حتى يرجع. قيل يا رسول الله وما خرفة الجنة قال ജനാഹ. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. സൗബാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിം, നിശ്ചയം ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ അവന്റെ മുസ്ലിം സഹോദരനെ സന്ദർശിച്ചാൽ, രോഗിയായ മുസ്ലിം സഹോദരനെ സന്ദർശിച്ചാൽ, ലം യസൽ ഫി ഖുർഫത്തിൽ ജന്ന, അവൻ സ്വർഗത്തിന്റെ ഖുർഫത്തിലായിക്കൊണ്ടേയിരിക്കും ഹത്താ യർജിഅ, മടങ്ങി വരുന്നത് വരെ. ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നാൽ ആ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ അവൻ ഖുർഫത്തുൽ ജന്നയിലായിക്കൊണ്ടേയിരിക്കും ആയിരിക്കും. ഖീല, ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് വമാ ഖുർഫത്തുൽ ജന്ന, എന്താണ് നബിയെ ഖുർഫത്തുൽ ജന്ന എന്നാൽ? ഖാല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജനാഹ, അത് സ്വർഗത്തിൽ നിന്നും പറിച്ചെടുക്കപ്പെടുന്ന വസ്തുക്കളാണ്. പഴങ്ങൾ, മറ്റു കായ്ക്കനികൾ, ഇങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ള ഫലങ്ങൾ, പഴങ്ങള്, അവിടുന്ന് കിട്ടുന്ന വസ്തുക്കൾ. അപ്പോ ഒരു രോഗി സന്ദർശനം നടത്തുമ്പോൾ, രോഗിയായ ഒരു മുസ്ലിമിനെ സന്ദർശിക്കുമ്പോ ആ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ അവൻ സ്വർഗത്തിന്റെ സുഖാനുഭൂതികളിലാണ്. സ്വർഗത്തിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ കിട്ടുന്ന ആ ഒരു അനുഭൂതിയിലാണ് അവനുള്ളത്, ഈ സന്ദർശനം നടത്തുന്നവൻ. അതുകൊണ്ട് തന്നെ ആഖിറത്തിൽ അവൻ സ്വർഗത്തിൽ കടക്കാൻ ഇത് കാരണമായി തീരും. സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ, സ്വർഗത്തിന്റെ അനുഭൂതികൾ ഈ സന്ദർശിച്ചവന് ലഭിക്കാൻ ഇത് കാരണമായി തീരുമെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മുസ്ലിം സഹോദരങ്ങൾ അസുഖം ബാധിച്ചു കിടക്കുമ്പോൾ അവരെ സന്ദർശിക്കൽ പ്രത്യേകം സുന്നത്താണ്. അവരെ ആശ്വസിപ്പിക്കൽ, രോഗികൾക്ക് ആശ്വാസം നൽകുന്നത് ഒരുപാട് പുണ്യമുള്ള കാര്യമാണ്. രോഗികൾക്ക് അതുകൊണ്ട് ചിലപ്പോ അവരുടെ അസുഖത്തിന് ചെറിയ ആശ്വാസം പോലും ഈ സന്ദർശനം കൊണ്ട് കിട്ടും. സുഖമില്ലാതെ കിടക്കുമ്പോ ആരും സന്ദർശിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ പലരുടെയും മനസ്സ് തകർന്നു പോകും. അങ്ങനെ രോഗശമനമില്ലാതെ മനസ്സും തകർന്നു, ശരീരവും തകർന്നു, അങ്ങനെ വിഷമിക്കുന്നൊരു ഘട്ടം പലപ്പോഴും ആളുകൾക്കുണ്ടാകാറുണ്ട്. എന്നാൽ രോഗികളായി കിടക്കുമ്പോ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി ഒരുപാട് ആളുകൾ സന്ദർശനം നടത്തുകയും എന്നിട്ട് അവിടെ ചെലവഴിക്കാൻ ആവശ്യമായ കുറഞ്ഞ സമയം ചെലവഴിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ദുആ ചെയ്തു കൊടുക്കുകയും ആശ്വാസവചനങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ സഹോദരന്റെ മനസ്സ് തണുക്കുകയും അത് കാരണമായി രോഗശമനം എളുപ്പമാവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇത്തരം വലിയ പുണ്യമുള്ള നേട്ടമുള്ള പ്രവർത്തനം ഇസ്ലാം വളരെയധികം കൂലിയുള്ള സുന്നത്തായ കർമ്മമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രോഗിയെ സന്ദർശിക്കണം. രോഗികൾ ഉണ്ടാകുമ്പോൾ അവരെ സന്ദർശിച്ച് ആശ്വാസവചനങ്ങൾ നൽകണം. അല്ലാഹു തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇങ്ങനെയുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ കുടുംബങ്ങളിലോ ഒരാൾ രോഗിയാണെന്നറിയുമ്പോൾ അല്ലാഹു തആല ശിഫയാക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നതിന് പകരം ദുആ ചെയ്യുന്നതോടൊപ്പം അവരെ സന്ദർശിക്കാനുള്ള സന്മനസ് കൂടി മുസ്ലിംകളാകുന്ന നാം കാണിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.